ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. അഥവാ നിങ്ങളെ പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ റിന്യൂവൽ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക പാസ്പോർട്ട് സേവ. അതിനുശേഷം ഫസ്റ്റിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഈ പോർട്ടലിൽ കാണുമ്പോൾ പഴയതിനേക്കാളും കുറെ ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. അഥവാ നിങ്ങൾ ഈ പോർട്ടലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അഥവാ നിങ്ങളിൽ ലോഗിൻ ID ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ആകാം. അഥവാ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ കാണുന്ന CPV ഡൽഹി ആൻഡ് പാസ്പോർട്ട് ഓഫീസ് കാണാൻ പറ്റും. ഇവിടെ പാസ്പോർട്ട് ഓഫീസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങളെ സ്റ്റേറ്റിൽ നിങ്ങളെ പാസ്പോർട്ട് ഓഫീസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ചോദിക്കുന്നുണ്ടാകും നിങ്ങളെ ഇമെയിൽ IDനെ ലോഗിൻ IDയിലേക്ക് കൺവേർട്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളെ ഇമെയിൽ IDയിലൂടെ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് അവൈലബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അവൈലബിലിറ്റി കാണിക്കും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കുന്നു. ഈ മോഡൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം. അതിനുശേഷം സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളെ ഇമെയിൽ IDയിൽ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കംപ്ലീറ്റ് സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ ലോഗിൻ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് ടു ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളിപ്പോൾ പോർട്ടലിൻ്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ പാസ്പോർട്ടിന് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഫ്രഷ് പാസ്പോർട്ട് ഓർ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്കിപ്പ് ഫോർ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഏതുപോലത്തെ സർവീസ് വേണമെന്ന് ഇവിടെ സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പാസ്പോർട്ടിനെ ഇപ്പോൾ റിന്യൂവൽ ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടെ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളെ ഫ്രണ്ടിൽ കുറെ ഓപ്ഷനുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാകും. എന്ന് വെച്ചാൽ എന്ത് കാരണത്തിൽ നിങ്ങളെ പാസ്പോർട്ടിനെ റിന്യൂവൽ ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളെ പഴയ ഇൻഫർമേഷൻ വന്നിട്ട് ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് ഡാമേജ് ആയി പോയാലോ, അല്ലെങ്കിൽ പേജ് അതിന്റെ ഫില്ലായി പോയാലോ, അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് കളഞ്ഞു പോയാലോ, അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി കഴിഞ്ഞു പോയാലോ. ഇവിടെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഫസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും വാലിഡിറ്റി എക്സ്പയർ മോർ ദാൻ 3 years ago. അഥവാ നിങ്ങളെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് 3 വർഷത്തിന് മുകളിലായി പോയാൽ ഈ ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് 3 വർഷത്തിന് മുമ്പേ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് എക്സ്പയർ ആയണ മുമ്പേ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ റിന്യൂവൽ ചെയ്യാൻ പറ്റും. അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം മുമ്പ് തന്നെ റിന്യൂവൽ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ വാലിഡിറ്റി എക്സ്പയർ വിത്തിൻ 3 years ഡ്യൂ ടു എക്സ്പയർ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ നോർമൽ പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 1500 ചോദിക്കും. അഥവാ നിങ്ങൾ തത്കാലിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3500 rupees ചോദിക്കും. ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാകും. പെട്ടെന്ന് റെഡിയായി നിങ്ങളെ വീട്ടിൽ പോസ്റ്റിലേക്ക് വരും. ഇവിടെ പോലീസ് വെരിഫിക്കേഷൻ വന്നിട്ട് പിന്നീടാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് തത്കാൽ വേണ്ടെങ്കിൽ ഇവിടെ നോർമൽ പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് എത്ര പേജസ് വേണമെന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 36 പേജസിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നെയിം കൊടുക്കണം. നിങ്ങളെ പഴയ പാസ്പോർട്ടിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നു ആ സെയിം ടു സെയിം നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങളെ പേരിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം വന്നിട്ട് ഇവിടെ ഗിവൺ നെയിമിൽ കൊടുക്കണം. അഥവാ നിങ്ങൾക്ക് സർനെയിം അതോ ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ഇവിടെ സർനെയിമിൽ കൊടുക്കണം. അതിനുശേഷം ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങളെ പേര് വന്നിട്ട് ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ടോ, അതോ നിങ്ങൾക്ക് ഈ പേരിൽ നിന്ന് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് ഇവിടെ ചോദിക്കുന്നു. സോ എന്റെ കേസിൽ അങ്ങനെ ഒന്നുമില്ല. സോ നമുക്ക് ഇവിടെ നോ എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ കാലണ്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ജനിച്ച സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ മാർട്ടിയൽ സ്റ്റേറ്റസ് കൊടുക്കണം. നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബർത്ത് പ്ലേസ് ബർത്ത് അഡ്രസ് വന്നിട്ട് ഇന്ത്യയുടെ പുറത്താണോ ചോദിക്കുന്നു. ഇല്ല, ഇന്ത്യയുടെ അകത്താണെങ്കിൽ ഇവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം.
ഇന്ത്യയിൽ നമ്മളെ ബർത്ത് ആണ്, സോ ഇവിടെ നമുക്ക് ബർത്ത് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങളെ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇവിടെ നിങ്ങളെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടോ അതോ വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അതിനുശേഷം എംപ്ലോയ്മെന്റ് ടൈപ്പിൽ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗവൺമെന്റ് ജോബ് ആണോ, പ്രൈവറ്റ് ജോബ് ആണോ, അതോ സ്റ്റുഡന്റ് ആണോ, ഇതിൽ നിങ്ങൾ അക്കോർഡിംഗ് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളെ പാരന്റ്സ് വന്നിട്ട് ഗവൺമെന്റ് സർവന്റ് ആണോ അതോ ഹസ്ബൻഡോ വൈഫോ വന്നിട്ട് ഗവൺമെന്റ് സർവന്റ് ആണോ ചോദിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇൻഫോർമേഷൻ കൊടുക്കണം. എൻ്റെ കേസിൽ ആരും ഗവൺമെന്റ് സർവന്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതോ 10ാം ക്ലാസ്സിന്റെ മുകളിലാണോ, അതോ 7ാം ക്ലാസ് പാസ്സാണോ, അതോ 7ാം ക്ലാസ്സിന് താഴെയാണോ, അതോ 8ാം ക്ലാസ്സും 9ാം ക്ലാസ് പാസ്സാണോ, അതോ ഗ്രാജുവേറ്റഡ് ആണോ, നിങ്ങൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഇവിടെ കൊടുക്കണം. നിങ്ങളെ ബോഡിയിൽ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. നെക്സ്റ്റ് നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് എസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളെ ഫാമിലി ഡീറ്റെയിൽ കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് നിങ്ങളെ അച്ഛന്റെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ അമ്മയുടെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഗാർഡിയൻ ഉണ്ടെങ്കിൽ ഗാർഡിയന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്നതാണ് അഡ്രസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ അഡ്രസ് വന്നിട്ട് ഇന്ത്യയുടെ പുറത്തില്ലല്ലോ, അപ്പോൾ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഹൗസ് നമ്പർ കൊടുക്കണം, അല്ലെങ്കിൽ റൂം നമ്പർ കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങളെ വില്ലേജിന്റെ പേര് അതോ സിറ്റിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട്, അതിനുശേഷം പോലീസ് സ്റ്റേഷൻ, നിങ്ങളെ പോലീസ് സ്റ്റേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേഷനിലൂടെ നിങ്ങളെ പോലീസ് വെരിഫിക്കേഷൻ നടക്കും. നെക്സ്റ്റ് നിങ്ങളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പെർമനന്റ് അഡ്രസ് സെലക്ഷൻ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇവിടെ ചോദിക്കുന്നു നിങ്ങൾക്ക് പെർമനന്റ് അഡ്രസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പെർമനന്റ് അഡ്രസ് ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് പെർമനന്റ് അഡ്രസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മാനുവലി നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ടി വരും. ഒരു ചിലവരെ കേസിൽ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആയി വരും. നെക്സ്റ്റ് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അവർ നിങ്ങളെ അച്ഛനായാലും അമ്മയായാലും അതോ അനിയനായാലും ആരെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുക്കാൻ പോകുന്ന ആളുടെ പേര് വിത്ത് അഡ്രസ് ആയിട്ട് ഫുൾ ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ലൈനിൽ. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. നെക്സ്റ്റ് ഇമെയിൽ ID കൊടുക്കണമെന്ന് ആവശ്യമില്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ പഴയ പാസ്പോർട്ടിന്റെ ഇൻഫർമേഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ പാസ്പോർട്ടിനെ റിന്യൂവൽ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നിങ്ങളെ പാസ്പോർട്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് പ്ലേസ് ഓഫ് ഇഷ്യൂ, എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളെ പഴയ പാസ്പോർട്ടിൽ ഉണ്ടാകും, അവിടെ നിന്ന് ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ, എപ്പോഴാണ് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഉണ്ടാകും. ആ പഴയ പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് എക്സ്പയറി ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫയൽ നമ്പർ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ആ നമ്പർ നിങ്ങളെ പാസ്പോർട്ടിന്റെ അഡ്രസ് പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനു മുമ്പ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്റെ കേസിൽ ഇല്ല. നെക്സ്റ്റ് ഇതിനു മുമ്പ് നിങ്ങൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പാസ്പോർട്ട് ഒന്നും ഇഷ്യൂ ആയിട്ടില്ലയോ എന്ന് ചോദിക്കുന്നു. എന്റെ കേസിൽ അങ്ങനെയല്ല, സോ ഞാൻ ഒന്ന് കൊടുത്തു. നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളെ ഫ്രണ്ടിൽ കുറെ ക്വസ്റ്റ്യനുകൾ കാണിക്കുന്നുണ്ടാകും. ഇവിടെ പാസ്പോർട്ടിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. അഥവാ ഇവിടെ ഇന്ത്യയിലകത്ത് നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും ക്രിമിനൽ കേസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക യെസ് ഓർ നോ. എന്റെ കേസിൽ അങ്ങനത്തെ ഒരു കേസസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് നോ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ആണ് നിങ്ങളെ ഫ്രണ്ടിൽ ഒരു നിങ്ങളെ പാസ്പോർട്ടിന്റെ പ്രിവ്യൂ പേജ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ എല്ലാം പാസ്പോർട്ടിൽ ഏത് സൈഡൊക്കെ എങ്ങനെയൊക്കെ വരുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ നിങ്ങളെ പഴയ പാസ്പോർട്ടിനെ എടുത്ത് വെച്ച് ഒന്നും കൂടെ ഇവിടെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ അതോ മിസ്റ്റേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്റെ കേസിൽ എല്ലാം കറക്റ്റ് ആണ്, സോ നമുക്ക് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ ഇവിടെ ഡോക്യുമെന്റ് സെലക്ഷന്റെ പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളെ പാസ്പോർട്ടിനെ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ് കൊടുക്കണമെന്ന് കാണിക്കുന്നു. ഇവിടെ ഫസ്റ്റ് നിങ്ങളെ ബർത്ത് പ്രൂഫ് കൊടുക്കണം. അതിനുശേഷം പ്രൂഫ് ഓഫ് പ്രസന്റ് റെസിഡന്റൽ അഡ്രസ് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ പ്രൂഫ് ഓഫ് ബർത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റിൽ കൊടുക്കണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. നിങ്ങളിൽ അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങളെ പാൻ കാർഡിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും.
ഇതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് പ്രൂഫ് ഓഫ് പ്രസന്റ് റെസിഡൻഷ്യൽ അഡ്രസ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും, നിങ്ങളെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ റേഷൻ കാർഡ് കൊടുക്കാൻ പറ്റും. നിങ്ങളെ കയ്യിൽ ഏതാണ് ഡോക്യുമെന്റ് ഉള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കുന്ന ഡോക്യുമെന്റിൽ നിങ്ങളെ ഫുൾ പേര്, അതിനുശേഷം നിങ്ങളെ അച്ഛന്റെ പേരോ അതോ അമ്മയുടെ പേര് ഇവിടെ ഉണ്ടാകണം. ഇവിടെ കൊടുക്കുന്ന 2 ഡോക്യുമെന്റിലും ഉണ്ടാകണം. ഇവിടെ നമ്മൾ 2 ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഡോക്യുമെന്റ് നിങ്ങളെ കേസിൽ ആപ്ലിക്കബിൾ ആയിരിക്കാം. അഥവാ നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് നോൺ ECR കാറ്റഗറിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ കയ്യിലുണ്ടാകണം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളെ ഫോം എവിടെ നിന്നാണോ ഫില്ല് ചെയ്യണം ആ പ്ലേസിന്റെ പേരുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മളെ ഫോമിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു അത് ഫുള്ളും സേവ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ പ്രിവ്യൂ വന്നിട്ടുണ്ടാകും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിന്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഇതിന്റെ ഫീസ് നമുക്ക് പേയ്മെന്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളെ ഫ്രണ്ടിൽ ആപ്ലിക്കേഷന്റെ റെഫറൻസ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതിനെ നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേ ആൻഡ് ഷെഡ്യൂൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രന്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഫസ്റ്റ് നമുക്കിവിടെ നമ്മളെ പാസ്പോർട്ട് ഓഫീസ് സെലക്ഷൻ ചെയ്ത് കൊടുക്കണം. പാസ്പോർട്ടിന്റെ കേന്ദ്ര ഓഫീസ് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഏതാണ് പാസ്പോർട്ട് ഓഫീസ് വേണ്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ഷൻ ചെയ്തതിനു ശേഷം ഇവിടെ ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ അതിന്റെ ഓഫീസിന്റെ ഫുൾ അഡ്രസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് ആണ് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. ഈ ഡേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ പാസ്പോർട്ടിനെ വെരിഫിക്കേഷൻ ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ഈ ഡേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ കാലണ്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഗ്രീൻ ഡേറ്റുകൾ കാണിക്കുന്ന ഡേയ്സിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. സോ സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മേക്ക് പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ SBIയുടെ പേയ്മെന്റ് ഗേറ്റ്വേ കാണിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ UPI ഓപ്ഷനിൽ സെലക്ഷൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ UPI വന്നിട്ട് ഇവിടെ മാനുവലി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ QR കോഡ് വഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ QR കോഡിനെ നിങ്ങൾ സ്കാൻ ചെയ്യും നിങ്ങളെ ആപ്ലിക്കേഷനിലൂടെ. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സക്സസ് എന്ന ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ടാകും. അതേപോലെ പേയ്മെന്റ് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഈ പേജിന് നിങ്ങൾ ബാക്കോ എക്സിറ്റോ ഒന്നും ചെയ്യരുത്. ഓട്ടോമാറ്റിക് റീലോഡായി നിങ്ങൾക്ക് ഫ്രണ്ട് പേജിലേക്ക് വരും. നെക്സ്റ്റ് ഇതേപോലെ നിങ്ങളെ ട്രാൻസാക്ഷൻ സക്സസ് എന്നൊരു മെസ്സേജ് ഇവിടെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ പാസ്പോർട്ട് ഓഫീസിന്റെ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് നമുക്ക് പ്രിന്റ് റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ റെസിപ്റ്റിനെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അതേപോലെ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ പേജസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണുന്ന ഫസ്റ്റ് പേജ് വന്നിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. നെക്സ്റ്റ് നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ഈ റെസിപ്റ്റിന്റെ പ്രിന്റ് ഔട്ട് കോപ്പി വേണം. അതിനുശേഷം നിങ്ങളെ പഴയ പാസ്പോർട്ട് വേണം. അതിനുശേഷം നിങ്ങളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റുകൾ കൊണ്ടുപോകണം. നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റുകൾ ഉണ്ടോ അതൊക്കെ അവിടെ സ്കാൻ ചെയ്യും. അതേപോലെ ബയോമെട്രിക് നിങ്ങളെ ഫിംഗർ പ്രിന്റ് ചെയ്യും. അതേപോലെ നിങ്ങളെ ലൈവായിട്ട് നിങ്ങളെ ഫോട്ടോ ക്ലിക്ക് ചെയ്യും. അതേപോലെ നിങ്ങളെ പഴയ ഒറിജിനൽ പാസ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകണം. ഇതേപോലെ എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞ ശേഷം നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് പുതിയ പാസ്പോർട്ട് വന്നിട്ട് നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.